ഹലോ, പ്രൊഡ്യൂസർ സാറല്ലേ? ഇത് പച്ചാളം ബാസിയാണ്. ഞാനും രായപ്പനും അല്ല, സരോജ് കുമാറും മറ്റേ സ്ഥലത്ത് എന്നെ വിളിച്ച് താമസിക്കുകയാണ്. സരോജ് കുമാർ സാറിന് അവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാതിരിക്കുക. കേരളത്തിൽ പടവുന്ന് റിലീസല്ലേ, മാറ്റിൻ ഷോ കഴിഞ്ഞല്ലോ, വിവരമില്ലെന്ന് അറിഞ്ഞോ? സൂപ്പർ ഹിറ്റോ, ബമ്പർ ഹിറ്റോ, ഈശ്വരാ ബമ്പർ ഹിറ്റ്. അയ്യോ രാജപ്പാ, പടം ബമ്പർ ഹിറ്റ്. അയ്യോ ഹിറ്റ് ഹിറ്റ്, ബമ്പർ ഹിറ്റ്, പടം ബമ്പർ ഹിറ്റ്. പോയി കാണ് എടോ. ബമ്പർ ഹിറ്റ്, ബമ്പർ ഹിറ്റ്, പടം ഹിറ്റ് ഹിറ്റ്. നിങ്ങളെ പടം ഫാമിലി ഹിറ്റ്. പോയി കാണ്. ഹിറ്റ് 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 ഹിറ്റ്. Yes, come in. വാവുദേ, ട്രെയിൻ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലേ? എന്നാ പിന്നെ വേഗം കുളിച്ച് റെഡിയാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഫോൺ ചെയ്തപ്പോൾ ബേബിക്കുട്ടൻ തിരക്കഥയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇഷ്ടപ്പെട്ടില്ലേ? ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. താൻ ആദ്യം കുളിക്ക്, നമുക്ക് സംസാരിക്കാം. കുളിയല്ലല്ലോ പ്രധാനം. ഉദയൻ ആദ്യം എഴുതിയ തിരക്കഥ വായിച്ച് കേട്ടപ്പോൾ അറിയാമായിരുന്നു, ഷുവർ ബെറ്റാണ്. ഇത് അവാർഡുകൾ കിട്ടുമായിരിക്കും, പക്ഷേ അതല്ലല്ലോ നമ്മുടെ പ്രധാന ഉദ്ദേശം. അവാർഡ് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിലും ഈ കള്ള ബുദ്ധിജീവികളുടെ അംഗീകാരം ആർക്ക് വേണം? എന്ന് വെച്ച് മിമിക്രി കാണിച്ച് മലയാള സിനിമയെ കുളം തോണ്ടാനും ഞാനില്ല. അതൊന്നും വേണമെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ ആളുകളെ എന്റർടൈൻ ചെയ്യലാണല്ലോ സിനിമ. ഏതാളുകളെ? ഞാൻ തർക്കിക്കുകയല്ല. ഞാൻ തർക്കിക്കുകയാണ്. സിനിമ കാണുന്നവരെ നിങ്ങൾ നിർമ്മാതാക്കൾ വില കുറച്ച് കാണുകയാണ്. നല്ല സിനിമകൾ ഇറങ്ങാത്തത് കൊണ്ടാണ് മിമിക്രി കണ്ട് അവർ കൈയടിക്കുന്നത്. അതുകണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നു നിലവാരം കുറഞ്ഞതേ അവർക്ക് വേണ്ടുവെന്ന്. അതല്ല സത്യം. അവർക്ക് നല്ല സിനിമകൾ കൊടുത്ത സംവിധായകരും അവർ പ്രതീക്ഷ അർപ്പിച്ച താരങ്ങളും അവരെ സ്ഥിരമായി ചതിക്കുകയാണിപ്പോൾ ചവർ സിനിമകൾ എടുത്ത്. അതുകൊണ്ടാണ് അവർ മിമിക്രിക്ക് കൈയടിക്കുന്നത്. മനസ്സിലായോ? നല്ല ചിത്രങ്ങളിലേക്ക് അവർ തീർച്ചയായും മടങ്ങി വരും. വന്നാൽ കൊള്ളാം. നമ്മൾ അതും ഇതും പറഞ്ഞ് വെറുതെ നേരം കളയണ്ട. ഉള്ള കാര്യം നേരെ അങ്ങ് പറയുകയാണ്. പ്രസാദ് എന്തിൻ്റെ ഇപ്പം തീരെ മാർക്കറ്റില്ല. അപ്പോൾ അല്ല, സിനിമയിൽ ശാശ്വതമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെന്നാണല്ലോ അനുഭവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഫോർഗെറ്റ് ദ പാസ്റ്റ്, ലിവ് ഇൻ ദ പ്രസന്റ് എന്നാണല്ലോ ചൊല്ല്. ചാടിക്കടിക്കാൻ വരരുത്. സരോജ് കുമാറിനെ നായകനാക്കിയാൽ എല്ലാ കാര്യങ്ങളും സുഗമമായി മുന്നോട്ട് പോകും. എന്താ അയാളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ്? അയാളുടെ തല കണ്ടാൽ ജനം ഇരച്ചു കയറുകയാണ്. ഇതുള്ളിലുള്ളത് കൊണ്ടാണ് ബേബിക്കുട്ടൻ ആദ്യം തിരക്കഥയെ ഒന്ന് വിമർശിച്ച് നോക്കിയത്. അയ്യോ അതല്ല, ഇക്കാര്യം ഫോണിൽ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു യാത്ര ഒഴിവാക്കാമായിരുന്നു. ഫർഗെറ്റ് ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെറുകെട്ടവനെ പിടിച്ച് വാഴ്ത്തപ്പെട്ടവനാക്കലാണോ? ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എന്റെ അഭിമാനവും മനസാക്ഷി അടിയറ വെക്കലാണോ? പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. 1 മാസത്തിനുള്ളിൽ അക്കൗണ്ടിൽ എങ്ങനെയെങ്കിലും പണം ഇട്ടോളാം. ആദ്യ സിനിമയ്ക്ക് വേണ്ടി ബേബിക്കുട്ടൻ എനിക്ക് തന്ന അഡ്വാൻസ്. ഇത് വാങ്ങൂ. ഉദയ, നമ്മൾ തമ്മിൽ എങ്ങനെ? സൗഹൃദം വേറെ, സിനിമ വേറെ. ഞാൻ അറിഞ്ഞു. മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയൂ. എന്റെ വളർച്ചയിൽ അസൂയമൂത്ത ഏതോരുത്തനായിരിക്കും അത് ചെയ്തത്. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സത്യത്തിൽ ഒരു അംഗീകാരമല്ലേ ആ കല്ലേറ്? എന്റെ 7 പടങ്ങളല്ലേ വരി വരിയായി സൂപ്പർ ഹിറ്റായത്. പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയല്ലേ ഞാനിപ്പോ. അത് പലരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. അവർ കല്ലെറിയുക മാത്രമല്ല, എന്റെ പടം ഓടുന്ന തിയേറ്ററുകളിൽ
കാശ് കൊടുത്ത ആളുകളെ കയറ്റി കൂവിക്കുകയുമാണ്. പക്ഷെ പ്രശ്നമില്ല, എന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ അവർക്ക് ചുട്ട മറുപടി കൊടുത്തോളും. താങ്കളുടെ പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാടുണ്ടല്ലോ. പേരുകളൊന്നും ഓർമ്മയിലില്ല. സംവിധായകൻ ആരൊക്കെയാണ്? ആര് സംവിധാനം ചെയ്താലെന്താ, ഞാനല്ലേ അഭിനയിക്കുന്നത്. എന്റെ ആരാധകർക്ക് 2.5 മണിക്കൂർ നേരെ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അതിന് ഞാൻ നല്ല കളർഫുൾ ഡ്രസ്സുകൾ ധരിക്കണം, കൂളിംഗ് ഗ്ലാസുകൾ മാറ്റി മാറ്റി വെക്കണം, 2-3 നായികമാര് എന്നെ ഇങ്ങോട്ട് പ്രേമിക്കണം. അല്ലാതെ സംവിധായകനാര് എന്നൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. രണ്ട് ദിവസം കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് വീർപ്പ് മുട്ടി. പ്രൊഡ്യൂസർമാരുടെ മുമ്പിൽ കഥാപ്രസംഗം നടത്തി എൻ്റെ തൊണ്ടയിലെ വെള്ളവും പറ്റി. എന്തെങ്കിലും ശരിയായോ? എവിടെ? ബേബിക്കുട്ടനുമായി പിണങ്ങി എന്തിനാ ഉദയേട്ട? പിണങ്ങാനോ? ആര് പറഞ്ഞു? ബേബിക്കുട്ടൻ ഇവിടെ വിളിച്ചു, അഡ്വാൻസ് തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കുന്നത് പിണക്കാണോ? കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനാ? ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് രാജപ്പൻ അഭിനയിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെയാ ബേബിക്കുട്ടൻ പറയുന്നേ. മധു, ബേബിക്കുട്ടൻ മാത്രമല്ല, ഞാൻ കഥ പറഞ്ഞ എല്ലാ വഷളന്മാരും അത് തന്നെ പറയുന്നത്. പടം ചെയ്തില്ലെങ്കിൽ ആരും തലവെട്ടി കളയൊന്നുമില്ലല്ലോ. കള്ളൻ രാജപ്പൻ എൻ്റെ പടത്തിൽ നായകൻ. ആ, ഞാൻ അയാളുടെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. നല്ല രസാ. സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല ഡോക്ടറോ കലക്ടറോ അങ്ങനെ എന്തെങ്കിലും ആയി പോകുമായിരുന്നു. കലയോടൊപ്പം തന്നെ സ്കൂളിലും കോളേജിലും പഠിത്തത്തിലും ഞാൻ 1ാം റാങ്കുകാരനായിരുന്നല്ലോ. പിന്നെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, കബഡി ടീമിന്റെ ക്യാപ്റ്റൻ, അങ്ങനെ ഒരുപാട് ക്യാപ്റ്റൻ. അപ്പോൾ സരോജ് സർ ഒന്ന് ഓഫ് ചെയ്യും മധു, ചുമ്മാ വഷളത്തരങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. ഇയാളുടെ സിനിമയേക്കാൾ രസം ഇതാ. ദേഷ്യം കളഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കാണൂ ഉദയേട്ടാ. വല്ലാത്ത കൺഫ്യൂഷൻ ആയിരുന്നു. IAS പരീക്ഷയുടെ തലേന്നാണ് എനിക്ക് ഫ്ലൂ പിടിപെട്ടത്. എന്റെ മോന്റെ IAS പോയെന്നും പറഞ്ഞ് എന്റെ പപ്പ പൊട്ടിക്കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവതരിപ്പിക്കാൻ വളരെ ആഗ്രഹമുള്ള ഡ്രീം ക്യാരക്ടർ അങ്ങനെ ഏതെങ്കിലും കഥാപാത്രമുണ്ടോ? ഉണ്ടല്ലോ. ഏതാണത്? കർണൻ, പിന്നെ അർജുനൻ, നെൽസൺ മണ്ടേല, ഗാന്ധിജി. നടൻ പ്രസാദ് ചന്ദ്രനും കർണനായിട്ട് അഭിനയിക്കണമെന്ന് പറയാറുണ്ട്. കർണനായിരിക്കില്ല ഈ കർണൻ. അപ്പൊ ഗാന്ധിജിയും വേറെ ഗാന്ധിജി ആയിരിക്കും. സരോജ് കുമാർ ചെയ്യുമ്പോൾ എല്ലാം വേറെ വേറെ ആയിരിക്കുമല്ലോ. ഉദയഭാനു എന്ന് പറയുന്ന ഒരാളിന്റെ തിരക്കഥ മോഷ്ടിച്ചിട്ടാണ് താങ്കൾ ആദ്യ സിനിമയിൽ നായകനായതെന്ന് കേട്ടിട്ടുണ്ട്. ഞാനോ? തിരക്കഥ മോഷ്ടിക്കാനോ? അതിരിക്കട്ടെ, ആരാണ് ഈ ഉദയഭാനു? അങ്ങനെ ഒരു പേര് പോലും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ ഉദയഭാനു തകഴിയെ പോലെ MT പോലെ പേരെടുത്തൊരു എഴുത്തുകാരനാണോ? ഒരു ഉദയഭാനു. ഇതുപോലുള്ള കാട്ടുകള്ളന്മാരുടെ കയ്യിലാണ് ഇപ്പൊ മലയാള സിനിമ. ഇഡിയറ്റ്, സ്റ്റുപ്പിഡ്. ഉദയേട്ട നാട് ഓടുമ്പോ നെടുക ഓടാൻ എന്നെ കിട്ടില്ല. ബേബിക്കുട്ടന് കൊടുത്ത ചെക്ക് ഹോണർ ചെയ്യാൻ അക്കൗണ്ടിൽ പണമുണ്ടോ? കഴിഞ്ഞ മാസത്തെ വാടക കൊടുക്കാൻ ഉദയേട്ടൻ പെട്ട പാട് ഞാൻ കണ്ടതാ. ഉദയേട്ടന്റെ ഇഷ്ടത്തിന് പടമെടുക്കാൻ തയ്യാറുള്ളൊരു നിർമ്മാതാവ് എപ്പോഴെങ്കിലും വരുമായിരിക്കാം. പക്ഷെ അതുവരെ ഇതൊക്കെ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അകത്തെന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവില്ലേ?